ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാം കഴിഞ്ഞ ഈ ആഴ്ച നമ്മൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രണ്ടാമത്തെ ലേഖനം നമുക്ക് ആരംഭിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ആലോചനയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കാം. പൗലോസും സില്ലാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. ഏത് ലേഖനം എഴുതുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഇത് ആർക്കാണ് എഴുതുന്നത് എന്നും ആരാണ് എഴുതുന്നത് എന്നും സൂചന നൽകിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. അത് ഈ ലേഖനത്തിന്റെ ആധികാരികതയ്ക്ക് ഒരു അടയാളവുമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു പ്രയോഗം പൗലോസ് അപ്പോസ്തലൻ പ്രയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്രപരമായി അത് തെസ്സലോനിക്കയിലാണ്. എന്നാൽ ആത്മീയമായി ഈ സഭ എവിടെയാണ്? ആത്മീയമായി ഈ സഭയുടെ സ്ഥലം എവിടെയാണ്? ഒന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക്. അപ്പോൾ സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമാണ് സഭ ഉള്ളത്. നാം വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ തെസ്സലോനിക്കയിലുള്ള സഭ എന്ന് ഉള്ളതാണ് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വന്നു പോകുവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ സഭ എവിടെയാണ്, സഭയുടെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമാണ് സഭയുള്ളത്. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോഴും നമുക്ക് ഇതേ കാര്യം കാണുവാനായിട്ട് സാധിക്കും. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെയും മർമ്മവും 7 പൊൻനിലവിളക്കിന്റെയും വിവരവും എഴുതുക എന്നാണ്. അപ്പോൾ സഭയും സഭയുടെ ദൂതന്മാരും അവര് എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലങ്കയിലാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിലെ സഭയെക്കുറിച്ച് എഴുതുമ്പോൾ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. ആ വിശ്വാസികൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ആയിരിക്കുമ്പോൾ മാത്രമാണ് ആ സഭ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ആകുന്നത്. സഭയിലെ എല്ലാ അംഗങ്ങളും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും വസിക്കുമ്പോൾ ആ സഭ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമാണ്. വെളിപ്പാട് പുസ്തകത്തില് സഭകൾക്ക് എഴുതിയ ദൂതിൽ ചില സഭകളെ കുറിച്ച് പറയുമ്പോൾ ചിലർ നല്ലവർ അവിടെ ഉണ്ട് എന്ന് പ്രത്യേകമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ചിലർ മാത്രം നല്ലവരായി കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യരായി ഇരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സഭയിൽ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിലും പിതാവായ ദൈവത്തിലും വസിക്കുമ്പോൾ ആ സഭ ഓരോരുത്തരും അങ്ങനെ വസിക്കുമ്പോൾ സഭയും അങ്ങനെ തന്നെ ആയിത്തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല പൗലോസ് അപ്പോസ്തലൻ. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മളുടെ പാപജഡത്തിൽ നമ്മൾ മറ്റുള്ളവരെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നത് ശരിയല്ല. നമ്മുടെ വാക്കുകൾ എപ്പോഴും സത്യവും കൃപയും നിറഞ്ഞത് മാത്രമായിരിക്കണം. അങ്ങനെ മുഖപക്ഷം പറയുന്നതോ അതൊന്നും നമുക്ക് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ ഇവിടെ
എന്നാൽ ഇതങ്ങനെ ഒരു ഭംഗിവാക്കല്ല എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ളതായ ആശീർവാദമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് നാം ഉൾപ്പെടുന്നതായിട്ടുള്ള സഭ കർത്താവായ യേശുക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമായിരിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു സഭ എന്ന് പറയുന്നത് ഒരു ശരീരം എന്നുള്ള നിലയിൽ നാം ധാരാളം കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ശരീരം എന്നുള്ള നിലയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിലുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള സഭ എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഭയെ സംബന്ധിച്ച്, തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ച് ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞതല്ല പൗലോസ് അപ്പോസ്തലൻ. അതിനുള്ള തെളിവുകളാണ് താഴേക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ സഭ കർത്താവായ യേശുക്രിസ്തുവിലാണോ, പിതാവായ ദൈവത്തിലാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ 1-ാം വാക്യത്തിലെ പ്രസ്താവന ഭംഗിവാക്കല്ല, മറിച്ച് അത് തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1-ാമത്തെ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോഴും അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ധാരാളം പ്രാവശ്യം 1-ാമത്തെ ലേഖനത്തിൽ പറയുകയുണ്ടായി. നാം അത് ധ്യാനിച്ചതാണ്. എന്നാലും ഈ ഒരു പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചില വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതി: ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. അവിടെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ: ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ: സഹോദരി പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് അങ്ങനെ ഒക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ അതിൽ അധികമായി വർദ്ധിച്ചു വരണമെന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ: നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും രക്ഷയുടെ ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൽ സഹോദരന്മാരോട് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച്, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാനായിട്ട് യാതൊരു ആവശ്യവുമില്ല, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു, മക്കദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ അതിൽ അധികമായി വർദ്ധിച്ചു വരണം എന്നുള്ള ഒരു പ്രബോധനം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത് നമുക്ക് കാണാം. അതിനുള്ള തെസ്സലോനിക്ക സഭയുടെ മറുപടിയാണ് നമുക്ക് ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവർക്ക് ഓൾറെഡി സ്നേഹമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അതിൽ വർദ്ധിച്ചു വരണം എന്നുള്ള 1-ാമത്തെ ലേഖനത്തിലെ ആ പ്രബോധനത്തിന്റെ മറുപടിയായിട്ട് അവരിലുള്ളതായിട്ടുള്ള സ്നേഹവും അവരുടെ വിശ്വാസവും വർദ്ധിച്ചു വന്നുവെന്നും അതിനെ സംബന്ധിച്ചതായ സാക്ഷ്യമാണ് 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ. എത്ര മനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വിശ്വാസവും ഏറ്റവും വർദ്ധിച്ചു. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ച എല്ലാ വാക്യങ്ങളിലും ഈ സ്നേഹവും വിശ്വാസവും രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എവിടെയൊക്കെ വിശ്വാസം, ഒരു യഥാർത്ഥ വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ അവിടെയെല്ലാം യാഥാർത്ഥ്യമായ ഒരു സ്നേഹവും വ്യാപരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അനേക സഭകളിലും
വിശ്വാസികൾ തമ്മിൽ സ്നേഹമില്ലാത്തതെന്ന് ചോദിച്ചാൽ അതിനെ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയുവാനായിട്ട് കഴിയും: അവരിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നമ്മളവിടെ പഠിക്കുകയുണ്ടായി. ഈ വിശ്വാസവും സ്നേഹവും തമ്മിൽ ഒരിക്കലും വേർതിരിക്കുവാനായിട്ട് കഴിയില്ല. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്. ഇവിടെയും ഈ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ അവിടെ വളരെ കൃത്യമായും കണിശമായും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. അവരുടെ വിശ്വാസവും ഏറ്റവും വർദ്ധിച്ചപ്പോൾ ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകി. പെരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുണിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ വർദ്ധിച്ചു എന്നല്ല, അല്ലെ, വിശ്വാസം വർദ്ധിച്ചു എന്നും സ്നേഹം പെരുകി എന്നുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് വിശ്വാസം കൂട്ടിക്കൂട്ടി വരുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഗുണിച്ചു ഗുണിച്ചാണ് പോകുന്നത്. നമുക്കറിയാം 1 അധികം 1 അധികം 1 അങ്ങനെ കൂട്ടിയാൽ ഓരോന്നാണ് കൂടി വരുന്നത്. എന്നാൽ നമുക്ക് ഗുണിക്കുമ്പോൾ 2 കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ 3 കൂടെ കൂട്ടിയാൽ 6 നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ 3 കൂടെ ഗുണിച്ചാൽ നമുക്കത് 9 ലഭിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ 9 കിട്ടും. 4 കൂടെ കൂട്ടിയാൽ 8 ഉള്ളൂ. എന്നാൽ 4 കൂടെ ഗുണിച്ചാൽ 16 കിട്ടുന്നത്. അപ്പോൾ സ്നേഹം വർദ്ധിക്കുന്നു. കൂടിക്കൂടി വരുമ്പോൾ വിശ്വാസം കൂടിക്കൂടി വരുമ്പോൾ സ്നേഹം പെരുകി വരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സഭയിലെ സഹോദരന്മാരെ ഇങ്ങനെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്തോ ഗൗരവമായിട്ടുള്ള അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഇതിനെ വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. വിശ്വാസവും സ്നേഹവും ഒരു കോയിനിന്റെ ഒരു കോയിൻ ഉണ്ടല്ലോ, നമ്മുടെ പൈസ, നാണയത്തിന്റെ ഇരുപുറങ്ങളും പോലെ എന്നുള്ളതിനെ കുറിച്ച് നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുപുറവും പോലെ ഒരേപോലെ ഒരുമിച്ച് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത്. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം, അതും ഇവിടെ വളരെ പ്രസക്തമാണ്. ഇന്ന് സഭകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലർക്ക് ചിലരോടുള്ളതായ സ്നേഹവും അടുപ്പവുമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത് ഒരിക്കലും ഒരു വിശ്വാസത്തിന്റെ തെളിവല്ല. അങ്ങനെയുള്ളതായ കൂട്ടുകെട്ടുകൾ, അങ്ങനെയുള്ളതായ സ്നേഹങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ തകർന്നു പോകും. അതുമാത്രവുമല്ല, സഭകളിൽ, അനേക സഭകളിലും അങ്ങനെയുള്ളതായ കൂട്ടുകെട്ടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്, അല്ലെങ്കിൽ സഭയുടെ തകർച്ചയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള കാര്യം. ദൈവത്തിൽ നിന്നും ഉളവാകുന്നതായ, അല്ലെങ്കിൽ ദൈവാത്മാവിൽ നിന്നും ഉളവാകുന്നതായ വിശ്വാസത്തിന്റെ ഫലമായ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അത് ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം പെരുകുകയും വരുന്നു എന്നുള്ളത്. ചിലരോട് മാത്രമുള്ളതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് സഭയ്ക്കുള്ളിൽ ഒരു സഭ പോലെയുള്ള ഒരു പരിപാടിയാണ്. അത് യഥാർത്ഥത്തിൽ അതൊരു ഭിന്നതയുടെ ആത്മാവിൽ നിന്ന് ഉളവാകുന്നതാണ്. അതല്ലെങ്കിൽ അതൊരു സ്വാർത്ഥതയുടെയോ സ്വജനപക്ഷപാതത്തിന്റെയോ ഫലമായിട്ടുണ്ടാകുന്ന സ്നേഹമാണത്. നമുക്ക് ചിലരോട് മാത്രം നമുക്ക് അടുപ്പം, ചിലരോട് മാത്രം സ്നേഹം, ബാക്കിയുള്ളവരോട് അത് കാണിക്കാനായിട്ട് കഴിയുന്നില്ല, ബാക്കിയുള്ളവരോട് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ അവസ്ഥയും നമ്മുടെ ഹൃദയങ്ങളിൽ തോന്നുന്നില്ല എങ്കിൽ നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഇരിക്കുന്നവരല്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവാത്മാവിൽ നിന്ന് ഉളവാകുന്നതായ സ്നേഹം. പിന്നെ അങ്ങനെയുള്ള അടുപ്പങ്ങൾ സഭയിൽ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അത് ദൈവസഭയിൽ മറ്റാരുടെയെങ്കിലും ദോഷങ്ങൾ പറയുന്നതോ ചർച്ച ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടുകൾ അത് ആകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങിയാൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക്, സഭയ്ക്ക് പരാജയത്തിലേക്ക് അത് പോകുന്നതാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നതായ സ്നേഹമാണ് ദൈവസ്നേഹം. ഒരുപക്ഷെ സ്നേഹിക്കുവാൻ കഴിയാത്ത സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുണ്ട് എന്ന് നമുക്ക് സഭയിൽ തോന്നിയേക്കാം. എന്നാൽ അവിടെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ദീർഘക്ഷമയാണ്. നമ്മുടെ ദീർഘക്ഷമ, അതായത് ഏതെങ്കിലും ആളുകളോട് അവരുടെ സ്വഭാവ, അവരുടെ വാക്കുകളോ
അവരുടെ പ്രവർത്തന രീതികളൊക്കെ നമുക്ക് അത്ര ദൈവവചന പ്രകാരമാകണം എന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും അവിടെ നമ്മളിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ദൈവാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ദീർഘക്ഷമയാണ്. ആ ദീർഘക്ഷമ നമുക്കുണ്ട് എങ്കിൽ അവിടെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. ഈ സ്നേഹം, ദീർഘക്ഷമ എന്നൊക്കെ പറയുന്നത് അത് ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ ദീർഘക്ഷമയില്ല എന്ന് പറയുന്നത് ഒരിക്കലും യോഗ്യമായ ഒരു കാര്യമല്ല. കാരണം ഇതെല്ലാം ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല, ആത്മാവിന്റെ ഫലം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം അപ്രകാരമാണ് വായിക്കുന്നത്. ആത്മാവിന്റെ ഫലം എന്നാണ്, ഫലങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫലം എന്നുള്ള ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതായുള്ള 9 കാര്യങ്ങളും വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവാത്മാവിൽ നിന്നുളവാകുന്നതായിട്ടുള്ള ഫലമാണ് എങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളും ഒരു പരിധി വരെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കും. അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ജീവിതമാണല്ലോ. അത് ദൈനംദിനമുള്ള രൂപാന്തരത്തിന്റെ ജീവിതമാണ്. അത് നമ്മിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. തെസ്സലോനിക്കയിലെ വിശ്വാസികളിൽ വിശ്വാസവും സ്നേഹവും ഒക്കെ അങ്ങനെ വർദ്ധിച്ച് പെരുകി ഒക്കെ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ആരെങ്കിലും പൊതുവിലുള്ള ആളുകളോട് ആരോടും താല്പര്യമില്ലാതെ നമ്മളോട് ചിലർക്ക് ചിലരോട് മാത്രമുള്ളതായ ഒരു താല്പര്യം കാണിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ഒരു തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കും ഒരു തെറ്റായിട്ടുള്ള അവസ്ഥയിലേക്കും അത് പോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് എല്ലാ സഭകളും അധപ്പതിക്കുകയും സഭകളിൽ ഭിന്നതകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരെയും ആളാം പ്രതി, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം വരികയാണ്. ഒരു ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സ്നേഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശരി, അതുകൊണ്ട് ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നത്? അതിന് കാരണം ഈ ദൈവസഭയെ പഠിപ്പിച്ചതും അവരെ ശുശ്രൂഷിച്ചതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ആളുകളാണ് പൗലോസൊക്കെ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അവരിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കുമുള്ള ഒരു ഫലം എന്നുള്ള നിലയിൽ, ആ ഫലം കൊടുത്തത് ദൈവമാണ് എന്നുള്ള നിലയിൽ എപ്പോഴും അവര് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അന്യോന്യ സ്നേഹം പെരുകി വരുന്നു, വിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. വിശ്വാസികൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹവും ബന്ധവും അത് വർദ്ധിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ അതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയും പറയുവാൻ കഴിയുന്ന ഒരു മനോഭാവമായിരിക്കണം നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. ആളുകൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് സംശയമോ അതല്ല എങ്കിൽ അതിനെക്കുറിച്ചൊരു അസൂയയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചിലരോട് മാത്രമായിട്ടുള്ള സ്നേഹം കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും അത് കാണുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ എല്ലായ്പ്പോഴും ദൈവവചന പ്രകാരമുള്ള ഒരു മനോഭാവത്തിൽ നിലനിൽക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഞാൻ ഉണ്ടായിരുന്ന പല സഭകളിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണ്. 2 പേരോ അല്ലെങ്കിൽ 3 പേരോ ഒക്കെ തമ്മിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മാറി നിൽക്കുന്ന ആളുകൾക്കത് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതായിട്ടുള്ള ചില അവസ്ഥകളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം, ഒന്ന്, അങ്ങനെ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം നമ്മൾ തന്നെയുള്ള ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചക്കുറവിന്റെയോ പരിജ്ഞാനക്കുറവിന്റെയോ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കണം, ആളാം പ്രതി അന്യോന്യ സ്നേഹം ഉണ്ടാകുന്നതിന് പകരം ചിലരോട് മാത്രം സ്നേഹം ഉണ്ടാകുന്നു എന്നുള്ള ഒരു സഭയിലെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണ്. സഭയ്ക്കുള്ളിൽ ഒരിക്കലും ഒരു സഭ ഉണ്ടാകുവാനായിട്ട് പാടില്ല. സഭ എന്ന് പറയുന്നത് എപ്പോഴും അവര് ഒരു യൂണിറ്റ് ആയിട്ട്, ഒരു ശരീരമായിട്ട് അവർ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരു ശരീരത്തിൽ മറ്റൊരു ശരീരത്തിന് പ്രസക്തിയില്ല എന്നുള്ളത്
നമ്മുടെ യുക്തിക്ക് പോലും നിരക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ശരി, 4-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ തെസ്സലോനിക്ക സഭയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായവും ഇവരെ കുറിച്ച് എല്ലാ സഭകളിലും പൗലോസ് അപ്പോസ്തലനെ പ്രശംസിക്കുവാനായിട്ടും സാധിക്കുന്നു. കാരണം എന്താണ്? സകല ഉപദ്രവങ്ങളിലും കഷ്ടതകളിലും അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം ദൈവത്തിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്തും സഹിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ സഹിഷ്ണുതയും ഒക്കെ പോയി പോകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിലല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മളുടെ വിശ്വാസം എപ്പോഴും അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയിലും ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളിലുമാണ്. അതല്ലാതെ ഈ ലോകത്തിലുള്ള നമ്മളുടെ എന്തെങ്കിലും സൗകര്യമായ ഒരു ജീവിത സാഹചര്യങ്ങളിലല്ല. പലപ്പോഴും ആളുകളുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉള്ളതായ അവരുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആണ് നമ്മളുടെ വിശ്വാസ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളുടെ വിശ്വാസവും മാറും. അങ്ങനെയുള്ള ഒരു വിശ്വാസമല്ല നമ്മളിൽ രക്ഷയ്ക്കുതകുന്നതായിട്ടൊരു വിശ്വാസമായി നിലനിൽക്കുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിത്യതയിൽ ദൈവം വാഗ്ദത്തം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന നമ്മളുടെ വിശ്വാസം. അങ്ങനെയാണ് എങ്കിൽ ഈ ലോകത്തിന്റെ ഒരു ഭൗതിക സാഹചര്യങ്ങളും നമ്മളുടെ വിശ്വാസത്തെ നമ്മളിൽ നിന്നും പുറകോട്ട് വലിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, അടുത്ത വാക്യം, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. വായിച്ചു കഴിഞ്ഞാൽ ഒറ്റ വായനയിൽ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്യമാണിത്. പലപ്പോഴും അത് വായിച്ച് മനസ്സിലാക്കിയാണോ നാം പോകുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പ്രയാസം എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിന്റെ ഘടന എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഘടനയല്ല അതിനുള്ളത്. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന, അപ്പോൾ അത് എന്ന് ചോദിച്ചാൽ ഏത് എന്നുള്ള ഉത്തരം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് മുമ്പത്തെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സഹിഷ്ണുതയും വിശ്വാസവും, അതായത് എല്ലാ കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിലുമുള്ള അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആണ് അത് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അതായത് സഹിഷ്ണുതയും വിശ്വാസവും, അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും അവർ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അതാണ് അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന്, അപ്പോൾ ദൈവരാജ്യവും കഷ്ടവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യവും കഷ്ടവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും. അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അങ്ങനെ വിശാലമായിട്ടുള്ള വഴിയിലൂടെ, സമൃദ്ധിയിലുള്ള ഒരു വഴിയിലൂടെ നമ്മുടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാവുന്ന, ഇഷ്ടം പോലെ ചിന്തിക്കാവുന്ന, ഇഷ്ടം പോലെ സംസാരിക്കാവുന്ന, ഇഷ്ടം പോലെ ജീവിക്കാവുന്നതായിട്ടുള്ള ഒരു വഴിയല്ല. അതൊരു ഞെരുക്കമുള്ള വഴിയാണ്. അതൊരു കഷ്ടതയുടെ തന്നെ വഴിയാണ്. അത് കർത്താവ് നമുക്ക് മുമ്പേ നടന്ന് നമുക്ക് വഴികാട്ടിയായി തീർന്ന അതേ വഴിയാണ് നമുക്കും ദൈവരാജ്യത്തിലേക്കുള്ളത്. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ കഷ്ടതകളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ സഹിഷ്ണുതയും വിശ്വാസവും
കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അപ്പോൾ ദൈവരാജ്യത്തിന് നാം യോഗ്യരാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ് എന്നാണ് ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത്. കഷ്ടങ്ങളിലുള്ള നമ്മളുടെ സഹിഷ്ണുതയും നമ്മുടെ അചഞ്ചലമായ വിശ്വാസവുമാണ് ദൈവരാജ്യത്തിന് നമ്മെ യോഗ്യന്മാരായി എണ്ണിയിരിക്കുന്നു എന്നുള്ളതിൻ്റെതായ തെളിവ് എന്ന് പറയുന്നത്. അതുപോലെ ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നാം ചിന്തിച്ചാൽ ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം എന്താണ്? ദൈവം നമുക്ക് അനുകൂലമായിട്ടൊരു വിധി പ്രഖ്യാപിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ഒരു അന്തിമ വിധി, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു നിൽപ്പ് നമുക്കുണ്ട്. അന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് ഒരു അടയാളമാണ് നമ്മുടെ സഹിഷ്ണുതയും വിശ്വാസവും എന്ന് പറയുന്നത്. കഷ്ടതയിലുള്ള നമ്മളുടെ സഹിഷ്ണുതയും കഷ്ടതയിലുള്ള നമ്മളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും നമുക്ക് ലഭിക്കുവാനിരിക്കുന്നതായ അന്തിമ വിധി അത് നമുക്ക് അനുകൂലമായിരിക്കുന്നു, അല്ലെങ്കിൽ അനുകൂലമായി തീരും. അത് നമുക്ക് അനുകൂലമായ നീതിയുള്ള ഒരു വിധിയായി തീരും എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ് നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ വിശ്വാസവും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ വാക്യങ്ങളാണ് നാം ഈ 5 വാക്യങ്ങളിലൂടെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഒരു നിലവിളക്കായും നക്ഷത്രമായും നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കും. നാം എവിടെയാണ്, നമ്മുടെ സഭ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലങ്കയിലാണ്. അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമാണ് സഭ നിൽക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസവും ഏറ്റവും വർദ്ധിച്ച് അന്യോന്യ സ്നേഹം പെരുകയും, എല്ലാവർക്കും അന്യോന്യ സ്നേഹം ആളാമ്പ്രതി പെരുകിയും വരുന്നതായിട്ടുള്ള തെസ്സലോനിക്കയിലെ സഭ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലനും തന്റെ കൂട്ടാളികളും, സകല കഷ്ടങ്ങളിലും ഉപദ്രവങ്ങളിലുമുള്ള അവരുടെ സഹിഷ്ണുത, ആ സഹിഷ്ണുതയും അതുപോലെ തന്നെ വിശ്വാസവും, അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും അവരെ ദൈവരാജ്യത്തിന് യോഗ്യന്മാരായിട്ട് എണ്ണുന്നതിന് മുഖാന്തരമായി തീർന്നു എന്ന് മാത്രവുമല്ല, ദൈവത്തിന്റെ നീതിയുള്ള അന്തിമ അനുകൂല വിധിക്ക് അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും അവരുടെ സഹിഷ്ണുതയും ഒരടയാളവുമാകുന്നു. നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായും ഒരവസ്ഥയായും തീരേണ്ടത് എത്രയോ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സർവശക്തനായ ദൈവം ഈ വചന പഠനത്തിലൂടെ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ സ്നേഹവും നമ്മുടെ സഭാജീവിതവും ഏറ്റവും മനോഹരമാക്കുവാൻ ദൈവസന്നിധിയിൽ ഒരു പൊൻ നിലവിളക്ക് എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. ഒരു പൊൻ നിലവിളക്കായി, നിലവിളക്ക് എപ്പോഴും പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ്, ഒരു പ്രകാശം പരത്തുന്നതിനുള്ള ഒരു പൊൻ നിലവിളക്കായി നമുക്ക് നിലനിൽക്കാൻ വളരാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. അവന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.